പുറകിലിരിക്കും, അമ്മയാണ് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് തുടങ്ങി. ഇവന് കുറെ കാര്യങ്ങൾ ഇവൻ പറഞ്ഞിട്ട്, കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതുകൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കയറി ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു. അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥാനം നീ കൈയടക്കില്ലേ. പലപ്പോഴും ഈ ആൺകുട്ടികളൊക്കെ മുതിരുന്ന സമയത്ത് അച്ഛനിത്തിരി മുരടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആകെ ഒരു കൈത്താങ്, ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ആൺകുട്ടിക്കായിരിക്കും. അപ്പോൾ അമ്മ കൂടുതലായിട്ട് ഈ ആൺകുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പെങ്ങളും അങ്ങനെ തന്നെ ഏട്ടൻ ഒരു ഹീറോ ആയിട്ട്, ഒരു റോൾ മോഡലായിട്ട്, ഒരു കരുത്തുറ്റ സംരക്ഷകനായിട്ടൊക്കെ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഒരു പെൺകുട്ടി വരുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഇമോഷണൽ അൺഅവൈലബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇത് കാണുന്ന അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ അവർ റീപ്ലേസ്ഡ് ആയതുപോലുള്ള ഒരു ഫീലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫീൽ ഉണ്ടാവുന്ന സമയത്ത് ഒരു ചെറിയ സൗന്ദര്യ പിണക്കം പുതുതായിട്ട് വന്ന ആളോടുണ്ടാവും. ആ ഒരു സൗന്ദര്യ പിണക്കം കാണിക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം പക്വതയോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും പിന്നീടുള്ള പ്രശ്നങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക്, പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിലൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് വേണ്ടത് എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ പുതുതായിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത്, അതിപ്പോൾ മരുമോനായിട്ടോ മരുമകളായിട്ടോ ചെല്ലുന്ന സമയത്ത് അവരുടെ ഒരു ഫാമിലി ഡൈനാമിക്സിനെ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളവിടെ ചെന്ന് കയറുന്ന സമയത്ത് ഇടിച്ചു കയറി അവരുടെ നേതാവാകാനായിട്ടോ അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ടോ ശ്രമിക്കാതിരിക്കുക. നമ്മളവിടെ വന്നു ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് അറിയിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അവിടെയാണ് ഈ തീപ്പൊരികളൊക്കെ തുടങ്ങുന്നത്.